ഇന്ന് നമുക്ക് കുൾഫി ഉണ്ടാക്കാൻ തന്നെ നോക്കാം. കുൾഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്ത്യൻ ഐസ്ക്രീമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ മെഷർമെന്റ് കപ്പിൽ എടുക്കുക. അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞാൻ എടുക്കുന്ന മെഷർമെന്റ് കപ്പിന്റെ അളവ് എത്രയാണ്. അത് മെഷർമെന്റ് കപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. എല്ലായിടത്തും മെഷർമെന്റ് കപ്പിന്റെ അളവ് സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ പാലെടുക്കുമ്പോൾ മെഷർമെന്റ് കപ്പിൽ 4 കപ്പ് എടുക്കുക. പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ ആണ്. മിൽക്ക് പൗഡർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും മെഷർമെന്റ് കപ്പിൽ തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്ക് ആണ്. കണ്ടൻസ് മിൽക്ക് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും മെഷർമെന്റ് കപ്പിൽ എടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായയുടെ പൊടിയാണ്. ഏലക്കായയുടെ പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 പിടി പിസ്താഷ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പിസ്താഷ് നമ്മൾ കുൾഫി ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് ഏറ്റവും ലാസ്റ്റ് ഈ കുൾഫി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ സഫ്രോൺ വേണം. സഫ്രോൺ 1 പിഞ്ച് വേണം. ഈ കുൾഫി കട്ടയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുൾഫിയുടെ മോൾഡ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ സ്റ്റീലിന്റെ നീളമുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കാം. ഇത് കട്ടയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇത് കുറച്ച് റൗണ്ടിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇത് കുറച്ച് വലിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അത് കട്ടയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഇതെനി കുൾഫിയാക്കാന്ന്. ഇത് കുൾഫിയാക്കാൻ വേണ്ടിയിട്ട് പാല് ഒരു 1/2 മണിക്കൂർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 കപ്പ് മിൽക്ക് ചേർക്കാം. അര കപ്പ് മിൽക്ക് പൗഡർ ചേർക്കാം. 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പാലിൽ ഈ കണ്ടൻസ് മിൽക്കും മിൽക്ക് പൗഡറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓണാക്കാം. ഇനി പാല് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂറൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഈ പാല് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊരു മഞ്ഞ കളർ ആവുകയും ചെയ്യും. ഈ പാല് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇത് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊരു യെല്ലോ കളർ ആവുകയും ചെയ്യും. ഇത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ പാട പിടിക്കാണ്ട് നോക്കണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ തിളച്ച് പോകാണ്ട് നോക്കണം. ഇപ്പോൾ ഇത് നമ്മൾ ചൂടാകാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊരു യെല്ലോ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവറിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് മിൽക്ക് എടുത്തിട്ട് ഈ കോൺഫ്ലവറിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ഈ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. ആ കോൺഫ്ലവർ ഈ പാലിൽ നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 പിഞ്ച് സഫ്രോൺ ചേർക്കാം. ഈ സഫ്രോൺ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സഫ്രോൺ ചേർക്കുമ്പോൾ ആ സഫ്രോണിൻ്റെ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. ഇനി ഇതിന് കുറച്ചും കൂടി നല്ലൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഏലക്കായയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നിർത്താതെ നമ്മൾ ഇളക്കി കൊടുക്കണം.
ഇത് തിളച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ട പോലെ ആവേണ്ട ആവശ്യമില്ല, ഇതേപോലെ കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പിസ്താഷ്യൂ ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം പിസ്താഷ്യൂ. അത് പിസ്താഷ്യൂ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് പിസ്തയുടെ കുൽഫി ആവും. ഇതിനകത്ത് നമ്മൾ ബദാം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ബദാം കുൽഫി ആവും. ഈ പിസ്തയും ബദാമും ചേർക്കാണ്ടും ഇത് പ്ലെയിൻ ആയിട്ടുള്ള കുൽഫി ആയിട്ടും ഉണ്ടാക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ആ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവർ ഇതിനകത്ത് കട്ട പിടിച്ച പോലെ കിടക്കും. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ കട്ടയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നല്ലെങ്കിൽ കുൽഫിയുടെ മോൾഡിൽ ഒഴിച്ച് വെക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് തുറന്ന് വെക്കണ്ട, ഇതെന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനിവിടെ ഫോയിലർ പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ടയാക്കിയിട്ട് എടുക്കണം. കുൽഫി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പതുക്കെ ഈ ഗ്ലാസ് ഒന്ന് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ചെറിയ നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. ഈ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂ ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക. ഇപ്പോൾ കുൽഫി റെഡി ആയിട്ടുണ്ട്.